ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല കേട്ടോ. ഞാൻ ഇപ്പോൾ നിൽക്കുക നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കണ്ടത്തിലാണ്. എന്ത് രസമാണെന്ന് നോക്കിയേ. മഴക്കാലമൊക്കെ ഇത് രണ്ട് സൈഡിലും നല്ല വെള്ളങ്ങളൊക്കെ നിറഞ്ഞിട്ട് നല്ലൊരു ആംബിയൻസ് ആട്ടോ നമുക്ക് നമ്മുടെ നാട് തരുന്നത്. ഇപ്പോൾ ധാരാളം പൂക്കൾ ഇപ്പോൾ ഇവിടെ കാട് പിടിച്ചിട്ടുണ്ട് ചെറുങ്ങനെ. എന്നാലും ആൾക്കാരൊക്കെ നടന്നു പോകുന്ന ഒരു വഴി തന്നെ കേട്ടോ. അപ്പോൾ നേരെ പോകുന്നത് ഞാൻ കുറച്ച് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ദാമോണ്ട ചായപ്പീടിയിലേക്ക്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതാ ഇവിടെ മീനെ പിടിക്കാൻ വന്നതായിരുന്നു. അപ്പോൾ വെള്ളം അങ്ങനെ വറ്റിക്കാൻ വന്നതാണ്. സോ അന്നേരം മീനെ കിട്ടിയില്ല. സോ നേരെ ദാമോട്ടൻ അവിടെ ഇരിക്കല മാങ്ങ ഉറുക്കാൻ വേണ്ടി അങ്ങാടെ മാങ്ങയുണ്ട്. അപ്പോൾ മാങ്ങ ഉറുക്കാൻ വേണ്ടി അവിടെ ഇരിക്കുമ്പോൾ ദാമോട്ടൻ ഇങ്ങനെ പാലം കൊണ്ട് നടന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നേരെ പോയി ദാമോണ്ട പീടികയിലെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാണ്. അപ്പോൾ ദാമോണ്ട പീടിയൊക്കെ എന്ന പ്രത്യേകത എന്ന് വെച്ചാൽ ആംബിയൻസ്, അവിടുത്തെ ആംബിയൻസ് ആട്ടോ മുഖ്യം. ചായ മാത്രമേ ഉണ്ടാവും, കടി അത്യാവശ്യം കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അവിടുത്തെ ആംബിയൻസ്, വൈകുന്നേരത്തെ ആംബിയൻസ്. ദാമോണ്ട 3 മണിക്കാട്ടോ നമ്മൾ ചായപ്പീടി തുറക്കുക. വൈകുന്നേരം ഞാൻ കാണിച്ചു തരാം. സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ നല്ല ആംബിയൻസിലെ കണ്ടുമാണ്. ഇഷ്ടംപോലെ ആൾക്കാർ ഫോട്ടോഷൂട്ടിനായാലും കാര്യങ്ങളൊക്കെ ആയാലും നാട്ടിലെ ആൾക്കാർ ഇവിടത്തേക്ക് തന്നെ വരാറ് കേട്ടോ. അപ്പോൾ കൊള്ളാം, നേരെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ എത്താനായിട്ടുണ്ട്. ദാമാണ്ടെത്തി ക്ലാസ്സെല്ലാം പഠിച്ചു തുടങ്ങി തോന്നുന്നു. ഇതാണ് കേട്ടോ നമ്മളെ ദാമാണ്ടെ. അമ്മേ, നമ്മളെ ദാമാണ്ടെ ചായപ്പീടിയാ കണ്ടോ. ഇപ്പുറം നോക്കിയാൽ നിങ്ങൾ ആംബിയൻസ് അടിപൊളിയല്ലേ. കണ്ടത്തിൻ്റെ നടുക്കൊരു ചായപ്പീടിയ കണ്ട, അടിപൊളിയല്ലേ. ദാമാണ്ണ അവിടെ നിന്ന് എന്തോ പണിയെടുക്കുന്നുണ്ട്. നമുക്ക് പതുക്കെ അങ്ങോട്ട് കയറി പോവാട്ടോ. ഓക്കെ, വെള്ളം കയറുമ്പോൾ ഇതെല്ലാം മൊത്തം മുങ്ങുന്ന സ്ഥലം കേട്ടോ. ദാമാണ്ട പീടിയൻ്റെ ഏകദേശം 2ാം നിലയിലെ ഹൈറ്റോളം വെള്ളം കയറുന്നതാണ് കേട്ടോ. അടിപൊളി ആംബിയൻസ് ആണ്. കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല ഒരു 2:30 ആയിട്ടേ ഉള്ളൂ. ദാമാണ്ട ചായക്ക് നോക്കുന്നേ ഉള്ളൂ. സോ കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമ്മളെ പരിപാടി ഇപ്പോൾ സെറ്റാവും. അത് ചായക്കുള്ള പരിപാടിയെല്ലാം നോക്കും. അപ്പോഴത്തേക്ക് നല്ല വെയിലെല്ലാം താന്നിട്ട് നല്ല കാറ്റൊക്കെ വരാൻ തുടങ്ങും കേട്ടോ. അടിപൊളിയായിട്ടുണ്ടാവേ. ഹായ്. അപ്പോൾ ഒരു ചെറിയലായതുകൊണ്ട് നമ്മളെ ഈ ചെറുക്കപ്പീടിയാണ് കേട്ടോ ഈ പീടിയനെ പറയുന്നത് നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ. ഹായ്. അപ്പോൾ നമുക്ക് നേരെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം കേട്ടോ. നമ്മളെ ദാമാട്ടം വന്നപ്പാടനെ 2:30 ദാമാട്ടം അതിലെ സമയം വന്നപ്പാടനെ തീ പറ്റിക്കുന്നുണ്ട് കേട്ടോ അടുപ്പിൽ. നല്ല നാടൻ പണ്ടത്തെ ശൈലിയിലാട്ടാണ് ദാമാട്ടൻ ആക്കുന്നത്. ഇവിടുന്നാണ് ദാമാട്ട ചായ കൂട്ടുന്ന സ്ഥലങ്ങൾ കേട്ടോ. സൈഡിൽ തന്നെ തോടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി. ആൾക്കാർ ഓരോന്നായിട്ടെല്ലാം വരാൻ തുടങ്ങി. നമ്മളെ പീടിയേൻ്റെ ഉള്ളിൽ ഇതാണ് കേട്ടോ. പണ്ടത്തെ സംഭവമില്ലേ, ഈ വാതിലെടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് അടക്കുന്ന പരിപാടി അതാണ് കേട്ടോ. കൊള്ളാം, അടിപൊളി. പണ്ട് വെളിച്ചെണ്ണയും മിച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇവിടെ വരുമോ പാൽപ്പൊടിയെല്ലാം വാങ്ങാം കേട്ടോ. അപ്പോൾ ഇപ്പം അങ്ങനെ കുറവാല്ല താമട്ടാ. ഇപ്പം ചായ മാത്രമല്ലേ. കുറച്ച് ആൾക്കാരെല്ലാം വരും, കടികളാക്കിയൊക്കെ ഇനി അടിപൊളിയാക്കാം നമുക്ക്. ഇപ്പം ഇങ്ങനത്തെ സ്ഥലങ്ങളിലെ ട്രെൻഡ് താമട്ടാ. അപ്പോൾ ഗൈസ്, ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതാ നല്ല തണുത്ത കാറ്റടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാ നോക്കിയാൽ വാഴയിലകൾ ഇങ്ങനെ ആടുന്നടാ. സെറ്റ് ദാവാട്ടൻ ചായയെല്ലാം ചൂടുവെള്ളം ചൂടായി പാലെല്ലാം തിളച്ചിതാ കോരിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. അല്ല കോയിന്നാട്ടോ, ഒരു ഹായ് പറ. അയ്യോ. അപ്പോൾ നമ്മളെ ദാമാണിതാ നല്ല നാടൻ സ്റ്റൈലിൽ നല്ല പാൽ ചായ ആക്കുന്നുണ്ട്. അയ്യോ, നല്ല ആവിയിൽ കയറ്റി വേവിച്ച പാല്. പൊടിച്ചായ അത് സംഭവം പൊടിച്ചായ, കട്ടൻ ചായ അല്ലേ, നല്ല കടുപ്പത്തിലുള്ള പൊടിച്ചായ. അടിപൊളി. അങ്ങനെ ദാമാണ്ട ചായ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് എല്ലാം കൂടി. അല്ല പിന്നെ ഇതാ കണ്ട കോഴിനാണ്ട കഥ ചായ കുടിച്ചാ മതി. പിന്നെ അല്ല പൊടിച്ചായ ഇത് പാലിച്ച് ദാമോട്ട എടുത്തടിക്ക്. അടിപൊളി ചായ, അടിച്ച ചായ സെറ്റ്. സ്പെഷ്യൽ ചായ ദാമോട്ട. ഒരടിയും കൂടി അടിച്ചോ. എല്ലാവർക്കും കൂടെ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. ഓക്കെ, തെറ്റ്. നമ്മളെ കൈമിൽ ചായ ഇട്ടിട്ടുണ്ടേ. അടിപൊളി. കുടിച്ചോക്കാം. നല്ല കൊള്ളാം. കേക്ക് മതി. നുറുക്ക് കേക്ക് കടിയല്ലേ. പണ്ടേടുന്ന കേക്കല്ലേ എന്നല്ലേ, അപ്പൊ കേക്ക് തന്നെ മതി.
അപ്പോൾ കേക്ക് എടുക്കാൻ വരുന്നുണ്ട് കേട്ടോ. നേരെ ചായയും കടി എടുത്ത് പുറത്തേക്ക് പോകണേ. നല്ല കാറ്റ്, ഇളം കാറ്റടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വീഡിയോയിൽ ചായ പിടിക്കാനാകുമ്പോഴത്തേക്ക് നല്ല കാറ്റടിക്കും കേട്ടോ. അപ്പോൾ നേരെ എടുത്തിട്ട് വരും. ഇതാ ഇടങ്ങിയിരിക്കും. അല്ല ഇന്ന അല്ല എന്നാ ഇതേപോലെ ഇവിടെ ഇരിക്കും. എന്നിട്ട് നേരെ ഈ സുഖമൊന്നും വേറെ തന്നെ കേട്ടാ. അടിപൊളി. രണ്ട് സൈഡിൽ കണ്ടാണ് കേട്ടാ. അപ്പോൾ ഗൈസ് നമ്മൾ ചായ എല്ലാം കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ചായ കുടിക്കാൻ വേണ്ടി കോഴിനാട്ടിനുണ്ട്. അതുപോലെ തന്നെ നമ്മളെ നാരായണസ്വാമി ഹായ് പറ എല്ലാവർക്കും. നാരായണസ്വാമിനെ അറിയാത്തവരായിട്ട് നമ്മളെ നാട്ടിൽ ആൾക്കാർ കുറവാട്ടാ. അല്ല സ്വാമി? പിന്നല്ല, കാരണം എല്ലാവർക്കും അറിയാം. കമൻറ്റ് അറിയുന്നവർ ജസ്റ്റ് കമൻറ്റ് ഇട്ടാ കേട്ടാ. അപ്പോൾ പിന്നെ ഇന്നത്തെ സവാരി ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതാ നല്ല കാറ്റടിക്കാൻ തുടങ്ങിയിട്ടുണ്ടേ. കൂടെ പറയാം കേട്ടോ. അപ്പോൾ ഇവിടത്തേക്കെല്ലാം വരണമെന്ന് ആഗ്രഹമുള്ളവർ ജസ്റ്റ് വീഡിയോയിൽ എടുക്കാനായാലും എങ്ങനെയായാലും വരണമെന്നൊക്കെ ആഗ്രഹമുള്ളവർ ജസ്റ്റ് ഇതാ വീഡിയോക്ക് താഴെ കമൻറ്റ് ഇട്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നാട്ടിൽ തന്നെയാണ്, ഞാനും കൂടെ വരാം. ആർക്കെങ്കിലും വരാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കേട്ടാ. അപ്പോൾ പിന്നെ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.